വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപിന്റെ താരിഫ് വന്നതിന് ശേഷം നമ്മൾ ഇത്രയും നാൾ മുന്നോട്ട് വന്നു. അതിനുശേഷം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല റിസ്കുകളും ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും വലിയ റിസ്ക് ഒന്നും നമ്മുടെ രാജ്യത്തിന് വന്നില്ല എന്നുള്ളത് വിസിബിൾ ആണ്. എന്നിരുന്നാലും ഈ വാർത്തകൾക്ക് പഞ്ഞൊന്നുമില്ല. ഈ താരിഫ് വന്ന ശേഷം എന്താണ് നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു നേർചിത്രമാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിജുചേട്ടനാകുമ്പോ ഈ ബിസിനസ് വാർത്തകളൊക്കെ വളരെ ഗംഭീരമായിട്ട് പറയാൻ സാധിക്കുമല്ലോ. ഈ എന്താണ് പല പല ബിസിനസ് ടൈക്കൂൺസുമായിട്ടൊക്കെ ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ താരിഫ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ രണ്ട് മേഖല, ഒന്ന് വസ്ത്ര മേഖല, ഒന്ന് നമ്മുടെ മത്സ്യബന്ധന മേഖല, സമുദ്രോൽപ്പന്നങ്ങളുടെ മേഖല. ഈ രണ്ട് മേഖലകളുടെയും നിലവിലത്തെ അവസ്ഥ അതാണ് നമ്മളിപ്പോ പരിശോധിക്കുന്നത്. ഇപ്പോഴും ഈ ട്രംപിന്റെ താരിഫ് വന്നു കഴിഞ്ഞ് ഇപ്പൊ ഈ നവരാത്രി ഓണം സീസൺ കഴിഞ്ഞ് ദിവാലി സീസണിലേക്ക് അടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴും വാർത്തകൾ വരുന്നുണ്ട് താരിഫ് നമ്മളെ പിടിച്ചു കുലുക്കുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ പറയുന്ന വാർത്തകളൊക്കെ ഫേക്ക് ആണോ? അതാണ് എന്റെ ചോദ്യം. അതായത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ആൾക്കാർ വിലയിരുത്തുക? കാരണം സാറ്റലൈറ്റ് മീഡിയാസിൽ വരുന്ന നെറേറ്റീവ്സ് വേറെ ഒരു ടൈപ്പ് നെറേറ്റീവാണ്. കാരണം താരിഫ് വന്നപ്പോൾ ഇന്ത്യ അങ്ങനെയായി ഇങ്ങനെയായി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം എന്നെ നമ്മുടെ ഒരു ഓപ്പറേഷൻ സിന്ധു 2.0 അതിന്റെ സ്റ്റോറി കണ്ടിട്ട് എന്നെ ഒരാള് വിളിച്ചു പറഞ്ഞിട്ട് എന്നെ അഭിനന്ദിച്ചു. എന്നിട്ട് ഇതുപോലെ ഇത് സാറ്റലൈറ്റ് ചാനൽസില് ഇതുപോലെ എന്താ പറയാ വിശകലനം നടത്താൻ പറ്റിയ ഒറ്റ മനുഷ്യൻ പോലും ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതായത് നമ്മളൊരു സാധനം വിശകലനം ചെയ്യില്ലേ. ഉദാഹരണത്തിന് ബംഗ്ലാദേശിലേക്ക് നമ്മൾ റെയിൽവേ പാളം ഇട്ടു, സാറ്റലൈറ്റ് ചാനൽ അങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ബന്ധിപ്പിക്കുന്നത് ഈ ട്രെയിനിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന അഗ്നി മിസൈലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അതിനെ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ അവിടെ ഇത്തരത്തിൽ വിശകലനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നുള്ള കാര്യം വളരെ ദൗർഭാഗ്യകരമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ കുറ്റമല്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ഈ ചെമ്മീൻ ഇതൊക്കെ ഉണ്ടല്ലോ, ചെമ്മീനൊക്കെ ഇപ്പോഴും പോകാതെ ചീഞ്ഞു കിടക്കുകയാണോ? ഈ വസ്ത്ര വ്യാപാര ശൃംഖല അത് തകർന്ന് തരിപ്പണമായോ? പിന്നെ വേറെ പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ അടുപ്പൂട്ട് ചർച്ചയിൽ നിന്ന് തള്ളുന്നത് കണ്ടു. GST കുറച്ചത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഒരു നേട്ടം ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ ഇരുന്നിങ്ങനെ തള്ളുന്നത് കണ്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും താരിഫ് ഇന്ത്യയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ അത് ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പുറത്തുവിടുന്ന അതേ നെറേറ്റീവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു നെറേറ്റീവ് കൂടെ ഞാൻ കണ്ടു. രാഹുൽ ഗാന്ധി ഒരു ഇവിടെ ആമസോണിൽ പോയിരിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ വിദേശ രാജ്യത്ത് പോയിട്ട് പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാജ്യം ഗ്ലോബൽ ലീഡർഷിപ്പിലോട്ടൊന്നും വരുമെന്ന്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യം ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് വരേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ രാജ്യം ഗ്ലോബൽ ലീഡർഷിപ്പിൽ വരണമെന്ന് ചിന്തിക്കുന്നത് പോലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. എന്റെ പൊന്നു കേട്ടോ, എനിക്ക് രക്തം തിളച്ചു അത് കണ്ടപ്പോ. എന്തൊരു തരത്തിലുള്ള ഒരു സംസാരമാണെന്നുള്ളതാണ്. രാജ്യത്തെ മുമ്പൊക്കെ മോദിയെ എഴുത്തുമായിരുന്നു, പിന്നെ മോദിയുടെ പേര് പറഞ്ഞ് രാജ്യത്തിനെ എഴുത്തുമായിരുന്നു. ഇപ്പൊ മോദിയും ഇല്ല, രാജ്യത്തിനെ ഡയറക്റ്റ് ആയിട്ട് എഴുത്താൻ തുടങ്ങി. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ താരിഫിന്റെ കേസിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ അമേരിക്കയുടെ താരിഫ് വന്നപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നൊരു കാര്യം, നമ്മുടെ വസ്ത്ര വിപണി തകർന്നു പോയി. ഇനി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാതിരുന്ന വസ്ത്രങ്ങളൊക്കെ ഇരുന്ന് പൊടിഞ്ഞ് ദ്രവിച്ച് അതിനൊക്കെ ദ്വാരം വീണു പോകും. ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യസമ്പത്ത് അളിഞ്ഞു പുളിഞ്ഞു പോകും. ഇനി എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്ത വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് അറിയണ്ടേ. ഇപ്പൊ കയറ്റുമതിക്കാരായിട്ടൊരു വലിയ വിഭാഗം ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു എന്നും കൂടെ നമ്മൾ അറിയണമല്ലോ. ഇപ്പൊ ഈ വന്ന ഉടനെ തന്നെയാണ് ഇത്തരം വാർത്തകൾ വന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ചെമ്മീൻ കയറ്റുമതിക്കാരിൽ ചിലരെയൊക്കെ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. കാരണം എൻ്റെ വീട് ഈ ആലപ്പുഴ ആ ഭാഗത്താണ്. അവിടെ ഒരുപാട് ഈ ചെമ്മീൻ പൊളിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. കയറ്റുമതിക്കാരായിട്ടുള്ളവരുണ്ട്, ചെറുകിടക്കാരെ ഉണ്ട്, വലിയ ആൾക്കാരും ഒക്കെ ഉണ്ട്, അവരോട് ഷെയർ ഉള്ളവരുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ചെമ്മീനെ കുറിച്ചുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ഈ വാർത്ത ചെയ്യുന്നവർക്കെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ കരുതുന്നത് ഈ കടലിൽ പോയിട്ട് മത്സ്യത്തൊഴിലാളികൾ ചെമ്മീൻ പിടിക്കുന്നു, അത് ഈ ബോട്ടിലോ വള്ളത്തിലോ കയറ്റിക്കൊണ്ടുവരുന്നു. ഇവരുടെ ഒരു എനിക്ക് തോന്നുന്നു അവരുടെ ഇമാജിനേഷൻ എങ്ങനെയായിരിക്കും. വള്ളത്തിൽ കൊണ്ടുവരുന്നു, കരയ്ക്ക് കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേനും ട്രംപിന്റെ താരിഫ് വരുന്നു, ഈ ചെമ്മീൻ കടപ്പുറത്ത് കിടന്ന് അളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ധാരണ. ശരിക്കും അങ്ങനെയല്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ പോൺസ് ഉണ്ട്, കുളങ്ങളുണ്ട്, വലിയ വലിയ ചെമ്മീൻ വളർത്തൽ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അവിടെയാണ് ചെമ്മീൻ വളർത്തുന്നത്.
അതിന് നമ്മൾ ഈ ചെമ്മീൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പൂവാലൻ, നാരൻ എന്നൊക്കെ പറയുന്നത് ടൈഗർ പോൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ടൈഗർ പോൺസ് എന്ന് വെച്ചാൽ ഈ ടൈഗർ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ള ചെമ്മീൻ. അത് അസറുദ്ദീൻ ഉണ്ട്, നമ്മുടെ പഴയ ക്രിക്കറ്റർ അസറുദ്ദീൻ. അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ 6 പോൺസ് ഉണ്ട്, 6 കുളങ്ങളുണ്ട്. ഈ കുളം എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുളിക്കുന്ന കുളവുമായിട്ടോ അമ്പലക്കുളമായിട്ടോ താരതമ്യം ചെയ്യരുത്. വലിയ ഏക്കർ കണക്കിന് നടക്കുന്ന വലിയ കുളങ്ങളാ. കാരണം ഈ പോൺസ് എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരെണ്ണം തന്നെ 1 കിലോയ്ക്ക് മുകളിൽ വരും. ഈ പറഞ്ഞ ടൈഗർ എന്ന് പറയുന്ന സാധനം, ഈ ഇനം. അപ്പൊ ഇതിനൊക്കെയാണ് വലിയ ഡിമാൻഡ്. ഇതിന്റെ തോടൊന്നും കളയില്ല, ഈ കൊമ്പും തോടും ഒക്കെ ഉൾപ്പെടെയാണ് ഇത് കയറി പോകുന്നത്. അതിന്റെ പല പല വെറൈറ്റികളുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർക്കുണ്ട് 4ഓളം, എന്റെ അറിവിൽ 4ഓളമാണ് എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കുമുണ്ട്. നമ്മുടെ ശ്രീ മോഹൻലാലിനും ഈ മറൈൻ സ്പോർട്സുമായിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ മറൈൻ സ്പോർട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് തൂത്തുക്കുടിയിലൊക്കെ അദ്ദേഹത്തിനും ഫാക്ടറികളുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മുടെ ഇപ്പൊ മലയാള സിനിമയിലെ ചില പല നിർമ്മാതാക്കളും ഈ മീൻ ബിസിനസിന്റെ, ചെമ്മീൻ മാത്രമല്ല മത്സ്യ കയറ്റുമതി ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട്. അത് പലപ്പോഴും അത് ആർക്കും അറിയാൻ പാടില്ലാത്തതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ചെമ്മീൻ മുതലാളിമാരുണ്ട്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് ഈ ചെമ്മീൻ ഉൽപ്പാദനം വളരെ കുറവാണ്. കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ CITക്കാരൊക്കെ ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു ചെമ്മീൻ അളിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കേരളത്തിൽ കുറവാണ്. ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദനം നടക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. രണ്ടാമത്തേത് സംസ്ഥാനം ഈ പോൺസ് ഉള്ള സ്ഥലങ്ങൾ, അതായത് കുളങ്ങൾ ഉള്ള അവിടെയാണ് ഈ ചെമ്മീൻ. അപ്പൊ അവിടെ എങ്ങനെയാണ്, ഞാൻ എന്തായാലും ആ സംസ്ഥാനങ്ങൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പറയാം. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ ചെമ്മീൻ വളർത്തുന്നത്? ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്, അവിടെ ഒരു വലിയ പോണ്ടാണുള്ളത്. ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, ഗോവ. കേരളത്തിൽ പരിമിതമായിട്ടുള്ള ഒരു ചെമ്മീൻ വളർത്തൽ കേന്ദ്രം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതാണ് ഈ ചെമ്മീനും മറ്റു മത്സ്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് അനവധി മറ്റു മത്സ്യങ്ങളും വളർത്തുന്നുണ്ട്. ഇപ്പൊ ഞണ്ടും ബ്രാലും ഒപ്പം തന്നെ കരിമീനും ഒക്കെ ഇപ്പൊ എല്ലാം വളർത്തുകയല്ലേ, ഇത് വളർത്തുന്നുണ്ട്. ഇത് മാർക്കറ്റ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒക്കെ നടത്തുന്നത്. അല്ലാതെ ഇതിനെ പിടിച്ച് തല്ലിക്കൊന്ന് ഈ ഇതെല്ലാം കളഞ്ഞിട്ട് ഇതിനെ എടുത്ത് വെക്കുകയല്ല കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്ന അല്ലെങ്കിൽ അത്തരം വാർത്ത കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ശരിയാണല്ലോ പറഞ്ഞു, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി പിടിക്കുന്ന ചെമ്മീൻ അളിഞ്ഞു പോകില്ലെന്ന്. ആ ചെമ്മീൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഇവിടുന്ന് ജീവനോട് തന്നെ പിടിക്കുക, പിന്നീട് തന്നെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരിഫ് വന്നപ്പോൾ അവർക്ക് കയറ്റുമതി അമേരിക്കയിലെ കുറഞ്ഞു. പക്ഷെ അമേരിക്കയിൽ മാത്രമല്ല നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെമ്മീനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യം അമേരിക്കയായിരുന്നു. 2ാം സ്ഥാനം ചൈനയിലായിരുന്നു നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചൈന നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചെമ്മീൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ചെമ്മീൻ ഇപ്പൊ കുളത്തിൽ കിടക്കുന്ന ചെമ്മീൻ ജീവനുള്ള ചെമ്മീനാണ്. അതിപ്പോ 2 ദിവസം കൂടുതൽ കടന്നു എന്ന് പറഞ്ഞാലും വലിയ നഷ്ടമൊന്നും ഒരു ചെമ്മീൻ വളർത്തൽ കേന്ദ്രത്തിന് വരില്ല. കാരണം അവർക്ക് അതിന്റെ അവരെ പരിപാലിച്ച് കൊണ്ടുപോകുന്നതിന്റെ ചില എക്സ്ട്രാ വരും എന്നുള്ളതല്ലാതെ ഇപ്പൊ ആ ചെമ്മീൻ അവിടെ കിടന്ന് ചത്തുമലക്കോ ഇല്ലെങ്കിൽ ചെമ്മീൻ അവിടെ കിടന്നുകൊണ്ട് എന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടുവോ അമേരിക്കയിലേക്ക് വിടുവോ എന്നൊന്നും ചെമ്മീൻ പറയത്തില്ല, അവിടെ കിടന്നോളും. അപ്പം കയറ്റിവിടുന്ന രാജ്യം അമേരിക്ക ആണ് 2ാമത്തെ. ഇപ്പൊ ചൈന കൂടുതൽ നമ്മൾ കയറ്റിവിടുന്നുണ്ട്. പിന്നെ ഇത് യൂറോപ്യൻ യൂണിയൻ വലിയ രീതിയിൽ ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജപ്പാൻ, മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നമുക്ക് ഷാർജ UAE-യിലേക്കായിരുന്നു നമ്മൾ കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൗദിയിൽ നിന്ന് നമുക്ക് അതിനുള്ള ഓർഡർ കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയുടെ പല രാജ്യങ്ങളിലും, തെക്ക് പടിഞ്ഞാറൻ രാജ്യം, കാനഡ, ബെൽജിയം, അവിടെ കൂടെ ഇപ്പോൾ ഓർഡർ വന്നിരിക്കുന്നു. റഷ്യ, നമുക്കൊരു പുതിയ പരിമിതമായ രീതിയിൽ റഷ്യ ഇവിടുന്ന് മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവര് നമ്മളെ ചെമ്മീൻ കൂടി അവരൊരു ഓർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില രാജ്യങ്ങൾ 0 താരിഫിലാണ് കയറിപ്പോകുന്നത്, ചില രാജ്യങ്ങൾ വളരെ കുറഞ്ഞ താരിഫിലാണ് കയറിപ്പോകുന്നത്. ഇതാണ് നമുക്ക് ഈ താരിഫ് കൂട്ടിയത് മൂലം നമുക്ക് കയറ്റിവിടാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ അടുത്ത രാജ്യത്തേക്ക് കയറ്റിവിടുമ്പോൾ അവർക്ക് താരിഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊരു ഒരു ചിന്ത എല്ലാവർക്കും വരില്ലേ. എന്നാല് അവിടെയും നമ്മുടെ ഭരണാധികാരികൾ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. താരിഫ് ഇല്ലാത്ത പല രാജ്യങ്ങളും താരിഫ് ഇല്ല, 0 താരിഫിലാണ് ഇത് കയറി പോകുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ നിന്നുള്ള താരിഫ് നഷ്ടത്തിന്റെ ആഘാതം കുറച്ച് ഈ മത്സ്യ കയറ്റുമതിക്ക് സഹായകരമാവും. പിന്നീട് സർക്കാർ ഒരു വലിയ സ്കീം തന്നെ ഇവർക്ക് വേണ്ടി ഇവരുടെ തിരിച്ചടവുകൾക്കൊക്കെ ഒരു കാലതാമസം കൊടുത്തിരിക്കുന്നു. ടാക്സ് അളവുകളൊക്കെ ഇവർക്ക് നൽകിയിരിക്കുന്നു. ഇതാണ് ഈ മത്സ്യ കയറ്റുമതിയെ സംബന്ധിച്ച്. അതുകൊണ്ട് അത്തരം വാർത്തകളൊന്നും ഇപ്പോൾ ആരും എടുക്കുന്നില്ല. ഏതായാലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അങ്ങനെ വാർത്തകൾ ചെയ്യുന്നത്. ചെമ്മീനൊന്നും സംഭവിച്ചിട്ടില്ല, മത്സ്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വരുന്നത്. ഇനി 2ാമത്തേത് വസ്ത്രവിപണി. ഈ വസ്ത്രവിപണിയിൽ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളാണ് വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. അതായത് 1 തമിഴ്നാട്, നമ്മുടെ തിരുപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങൾ, 2 മഹാരാഷ്ട്ര, 3 ഗുജറാത്ത്, 4 പഞ്ചാബ് ലുധിയാനയിൽ, ഹരിയാന, കർണാടക, പശ്ചിമ ബംഗാൾ, അവിടെയാണ് ഈ പരുത്തി വസ്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. മധ്യപ്രദേശ് ഉണ്ട്, UP വാരണാസിയിലും നോയിഡയിലും ഒക്കെ ഉണ്ട്,
രാജസ്ഥാനിലുണ്ട്. അങ്ങനെ 10ഓളം സംസ്ഥാനങ്ങളാണ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഈ ഓരോ സംസ്ഥാനത്തിനും വസ്ത്രങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ കർണാടകത്തിൽ സിൽക്ക് ഐറ്റംസ് ആണ് കൂടുതൽ നിർമ്മിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ അത് പരുത്തി തുണികളും ഒക്കെയാണ്. ഈ ലുധിയാനയിലേക്ക് പോകുമ്പോൾ അത് ഖാദി വസ്ത്രങ്ങളാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് തുണികളാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം, വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തിരുപ്പൂരും 2ാം സ്ഥാനം ഗുജറാത്തുമാണ്. അപ്പോ ഇതിനെ അതിജീവിക്കുക, കാരണം അവിടെയും ഈ തുണി കിടക്കാറില്ല. സാധാരണ തുണിക്ക് അവിടുന്ന് അവരുടെ ഒരു പ്രൈസും കാര്യങ്ങളും വന്നതിന് ശേഷം ഈ ഡ്രസ്സുകളിൽ ടാഗ് അടിക്കുകയാണ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇത് പീസ് ചെയ്ത്, പെട്ടെന്ന് തന്നെ ഇവർക്കത് പീസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആ അളവിൽ, കാരണം ഈ അളവിന് വ്യത്യാസമുണ്ട്, അമേരിക്കയുടെ ഒരു അളവിലല്ല ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെയും കൂടെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇത് അവർ പീസ് അവിടുന്ന് ഓർഡർ അനുസരിച്ചിട്ടാണ് പീസ് പോകുന്നത്. ഇവർക്ക് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതിനോട് ഈക്വലായിട്ട് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ഈ വസ്ത്ര വിപണി എങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയത് എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ശത്രുപക്ഷത്ത് നിന്നിരുന്ന 2 അസോസിയേഷനുകൾ, അതിലൊന്ന് തിരുപ്പൂരും മറ്റൊന്ന് ഗുജറാത്തുമായിരുന്നു വസ്ത്ര കയറ്റുമതിയിൽ. ഇവർ തമ്മിൽ അത്ര ഒരു സുഖകരമല്ലായിരുന്നു. ഇവർ തമ്മിൽ പലപ്പോഴും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ ഒന്നിച്ചിട്ട് ഈ തിരുപ്പൂര് ഗുജറാത്തിൽ ഉള്ള ബിസിനസ് ടീംസിന് ഒരുപാട് രാജ്യങ്ങളിലേക്കുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഇവിടെ ഉത്പാദനമില്ലാത്ത ഒരുപാട് ഐറ്റംസ് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ വഴി കയറ്റുമതി ചെയ്തോളാം. കാരണം ഇപ്പൊ അമേരിക്കയിലേക്ക് മാത്രമല്ലല്ലോ, ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണം, നമുക്ക് ഇനി ഒന്നിച്ച് നിൽക്കാം. എന്തായാലും നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്നു, നമ്മളുമായിട്ട് അടുത്തിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് മറന്നുപോയി. ആ 2 അസോസിയേഷന്റെയും പ്രസിഡന്റുമാരുടെ പലവട്ടം ചർച്ച നടത്തി. നമ്മൾ മുമ്പൊരിക്കലും ഞാൻ ആ ചർച്ച ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതിനെ പറഞ്ഞിരുന്ന, അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിരുന്ന, ചർച്ച നടത്തിയിട്ട് അവരിപ്പോ രമ്യതയിലായി. ഇപ്പൊ 2 കൂട്ടരും വലിയ സ്നേഹത്തിൽ തിരുപ്പൂരും ഈ ഗുജറാത്തിലെ സൂററ്റ് അടക്കമുള്ളവരുടെ വസ്ത്രവ്യാപാരികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, കാരണം ഈ പ്രതിസന്ധി മറികടക്കണമല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു ഐറ്റംസുകൾ ഞങ്ങളുടെ കമ്പനികൾ വഴി ഞങ്ങളുടെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കാം, എന്തായാലും ഞങ്ങളത് പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വളരെ നാളത്തായിട്ടുള്ള ഒരു അടി ഇല്ലെങ്കിൽ ഒരു യുദ്ധം അതെന്തായാലും അവസാനിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തേത്. ഇനി എങ്ങോട്ടൊക്കെയാണ് പുതിയതായിട്ട് നമ്മൾ കൂടുതൽ വസ്ത്രങ്ങൾ കയറ്റി അയച്ചത് എന്ന് ചോദിച്ചാൽ 40ഓളം രാജ്യങ്ങളിലേക്കുണ്ട്. USA പോയപ്പോൾ അത് നികത്താനായിട്ട്. ഒന്ന് UK, അവിടത്തേക്ക് മുമ്പ് ഉണ്ടായിരുന്നു, അതിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. UK-യുമായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രീ ട്രേഡിംഗ് കരാറിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള സ്വർണ്ണക്കടകൾ അവിടെ ജ്വല്ലറി തുറക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ 0 താരിഫ് വന്നതോടുകൂടി ഈ സ്വർണ്ണത്തിന് ഒരുപാട് ഡിമാൻഡ് ഉള്ളത്, ഈ ആഭരണങ്ങൾക്ക്. അപ്പോൾ നിലവിൽ തന്നെ ഇന്ത്യയുടെ ഒരുപാട് ജുവലേഴ്സ് ഉണ്ട് അവിടെ, ജ്വല്ലറികൾ എവിടെയാ ഈ UK-ലൊക്കെ ഉണ്ട്. ഇപ്പൊ ധാരാളം പേര് ഉണ്ട് അവിടെ. അപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അവിടെ പോകുന്നു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും UK, റഷ്യ, സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ഒപ്പം തന്നെ ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്, ആഫ്രിക്ക, കെനിയ, ബ്രസീല്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം ഇത് കയറ്റുമതി ചെയ്യാൻ ഇപ്പോൾ അത് ചില രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില രാജ്യങ്ങൾ 0 താരിഫാണ്, താരിഫില്ല. അത് രണ്ടാമത്തെ കാര്യം. ഇതിനകത്ത് പിന്നെ വന്നിരിക്കുന്ന ഒരു ക്ഷീണം തട്ടിയ ഒരു മേഖല വജ്ര വ്യാപാര മേഖലയാണ്. അതിന് ഒരു വലിയ വിപണിയായിരുന്നു US. അതിനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ് വന്നിരിക്കുന്നു. അതും വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടക്കും. ഏതായാലും അത് നശിച്ചു പോകുന്നതോ അളിഞ്ഞു പോകുന്നതോ ആയിട്ടൊരു സാധനമല്ല വജ്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലിഞ്ഞു പോവുകയും ഇല്ല. അപ്പോൾ അതിനിപ്പോൾ താൽക്കാലികമായ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മറ്റിടങ്ങളിലേക്ക് കയറ്റിവിടാൻ കഴിയും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് വലിയ തട്ടുകേട് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിൽക്കുകയാണ്. ട്രംപ് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ ഏതൊക്കെ മരുന്നുകൾ എന്താണെന്നുള്ളതിന്റെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം മരുന്നൊക്കെ ഒറ്റയടിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആത്മഹത്യാപരമാണെന്ന് പുള്ളിക്കും അറിയാം. അപ്പൊ അതിന്റെ വന്നിട്ടില്ല, വരുമ്പോൾ പിന്നെ നമുക്ക് നോക്കാം. പിന്നുള്ളത് നമ്മുടെ തുകൽ ഉൽപ്പന്ന ഐറ്റംസ് ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ തന്നെ വിറ്റഴിഞ്ഞ് പോവുകയും കൂടെയാണ്. ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് ഇത് പ്രഖ്യാപിക്കുന്നത് ഈ ഒരു വലിയ ഉത്സവ സീസണിന്റെ ഇടയിലായിരുന്നു എന്നുള്ളതാണ്. ഉത്സവ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ഭാഗ്യം. കാരണം ആഭ്യന്തര വിപണിയിൽ തന്നെ ഒരു വലിയ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഈ കിറ്റക് സാബു, നമ്മുടെ മലയാളിയായ ബിസിനസ്സുകാരൻ, അദ്ദേഹം അമേരിക്കയിലേക്ക് തുണിത്തരങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എറണാകുളത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ 6 മാസത്തിനുള്ളിൽ 1000 ഔട്ട്ലെറ്റുകൾ ഇന്ത്യ മുഴുവൻ, ഒരു വർഷത്തിനുള്ളിൽ 2000 ഔട്ട്ലെറ്റുകൾ തുറക്കുമെന്ന് പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞത് ലാഭകരമാണ്, പക്ഷെ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പൈസ കിട്ടും. നമ്മൾ ഈ സാധനം കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തും. ഇത് അങ്ങനെയല്ല, കുറച്ച് ദിവസത്തിനകം നമുക്ക് ക്യാഷ് കിട്ടും, പക്ഷെ അതിനേക്കാൾ 6 ലാഭം നമുക്ക് നാട്ടിൽ വിറ്റാൽ കിട്ടും, പക്ഷെ ഇത്തിരി ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് കാണുന്ന പ്രേക്ഷകർക്കറിയാം, യൂട്യൂബിലൊക്കെ ഇപ്പോൾ തിരുപ്പൂരിൽ നിന്ന് ഈ നമ്മുടെ ടീഷർട്ടിന്റെ മറ്റുമൊക്കെ പരസ്യങ്ങൾ ധാരാളമായി യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനർത്ഥം അവരും നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക്, റീറ്റെയിൽ മാർക്കറ്റിലേക്ക് അവരും ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ്, അതല്ലാതെ ഇവിടെ ഒന്നും ഏതായാലും നമ്മുടെ GDP അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ അത് തർക്കവുമില്ല. ADB പറഞ്ഞിരിക്കുന്നത് 7.8% ഒക്കെ അവർ പ്രവചിച്ചെങ്കിൽ ഇപ്പോൾ അത്രയും അവർ പറയുന്നില്ല, 6.5 എന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. പക്ഷെ പ്രവചനങ്ങളെ എന്നും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രീതിയാണ് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എപ്പോഴും കാണിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിലാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും പിന്നെ ഈ ഉത്സവ സീസണും കൂടെ ഒക്കെ കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ GDP-യുടെ പുതിയ GDP കഴിഞ്ഞ 3 മാസത്തെ, അതായത് അടുത്ത പാദത്തിലെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ റിപ്പോർട്ട്, അത് വരുമ്പോൾ നമുക്ക് എങ്ങനെ പോകുന്നു അറിയാം. ഏതായാലും ഇന്ത്യക്ക് അത് വലിയ തട്ടുകേട് സംഭവിച്ചില്ല. കാരണം ഇത് വ്യക്തമാക്കി കൊടുത്തൊരു സംഭവമായിരുന്നു. 1998 നമുക്കന്ന് താരിഫ് അല്ല, നിരോധനമായിരുന്നു. നമുക്ക് ഒരു കാര്യങ്ങൾ ഒരു രാജ്യത്തേക്കും കയറ്റിവിടാൻ കഴിയുമായിരുന്നില്ല, ഒരു രാജ്യത്തു നിന്നും സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനെ അതിജീവിച്ചു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അമേരിക്കൻ പ്രേമികൾ പറയുന്നത് ആ കാലത്തെ ഇന്ത്യ അല്ല ഈ കാലത്ത്. അപ്പൊ അതെങ്കിലും അവർ അംഗീകരിച്ചല്ലോ, ആ കാലത്തുള്ള ഇന്ത്യ അല്ല ഈ കാലത്തെന്ന്. ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് കയറ്റുമതിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ഇപ്പൊ അവർ അംഗീകരിക്കുകയാണല്ലോ ഈ കാര്യത്തിലെങ്കിലും. ഏതായാലും അതിനെ ഈ നിലയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ കഴിവുള്ള ഭരണാധികാരികൾ അതിനെ മറികടക്കുന്നത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇങ്ങനെ ഒരു ചർച്ച വെച്ചത്. ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിച്ചു കാണും, ഈ താരിഫ് വന്നിട്ട് ഇന്ത്യ തകർന്നോ, ഈ പറയുന്നതൊക്കെ മോദി രാജിവെക്കുമോ, ഇല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ എന്ത് സംഭവിച്ചു, വസ്ത്രങ്ങളൊക്കെ പൊടിഞ്ഞു പോയോ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരികൾ തലതല്ലിച്ചത്തോ എന്നൊക്കെ ഒരുപാട് വരും. ഇവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇത് ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ ഭയന്ന് വിറച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതാണ്. ഈ കയറ്റുമതി അല്ല ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് കൺട്രി അല്ല. ചൈനയ്ക്ക് അത് പറയാം, ഇന്ത്യ അതല്ല. ഇന്ത്യ ആഭ്യന്തര വിപണിയാണ് ഇന്ത്യയുടെ കരുത്ത്. ഇവിടെ ഒരു വർഷത്തെ പാലുൽപാദനം തന്നെ 9 ലക്ഷം കോടി രൂപയാണ്. ഇവിടേക്കാണ് അവിടുന്നുള്ള പാല് ഇറക്കുമതി ചെയ്യാന്ന് ട്രംപ് പറയുന്നത്. ഇവിടുത്തെ പിന്നെ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കുഴിച്ചു മൂടാൻ പറ്റുമോ? ഇനി കാർഷിക വിപണി 48% വിപണിയുള്ള, ഇല്ലെങ്കിൽ ഉൽപാദകരുള്ള കാർഷിക വിപണിയാണ് ഇന്ത്യയുടേത്. ശക്തമായ കാർഷിക വിപണിയും കാർഷിക ഉൽപാദനമാണ് ഇന്ത്യയിൽ. അവിടെയാണ് കേവലം 2% അമേരിക്ക പറയുന്നത് നിങ്ങളുടെ വിപണി ഞങ്ങൾക്ക് തുറന്നെടുക്കണം. അതുകൊണ്ടാണ് ഇന്നലെയും ജയശങ്കർ പറഞ്ഞു, ചില ചുവപ്പ് വരകളുണ്ട് ഈ കരാറിന്, നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുടെ ബൗണ്ടറികൾ ശ്രദ്ധിക്കണം, ബഹുമാനിക്കണം, അതില്ല എങ്കിൽ ഇത് എങ്ങും എത്തില്ല എന്ന് വളരെ കൃത്യമായി തന്നെയാണ് നിലപാട് പറഞ്ഞത്. ട്രംപ് ഇത്രയും കിടന്ന് പറഞ്ഞിട്ട് എന്താ, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയോ ഇന്ത്യ, അതോ അമേരിക്കയുടെ കയ്യിൽ നിന്ന് മാത്രമാണോ വാങ്ങുന്നത്? അതൊന്നും അല്ല ഇതിനകത്തെ കാര്യങ്ങൾ. ഇതിനെ അതിജീവിക്കും. ഇതിനെ കൂടെ നമ്മൾ അതിജീവിച്ചു നമുക്ക് അതിലൊരു ക്രൈസിസ് വരും, ഇല്ലാന്നല്ല, ക്രൈസിസ് ഉണ്ട്. ഈ കയറ്റുമതിക്കാരുടെ ഒരു ക്രൈസിസ് ഉണ്ട്. ഈ ക്രൈസിസ് ഒരു 6 മാസത്തിനുള്ളിൽ ഇത് കവർ ചെയ്യും. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു താരിഫും പിന്നെ അമേരിക്ക ജീവിതത്തിൽ പറയില്ല. കാരണം ആ താരിഫിനെ നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുള്ളിക്കിനി പറയാനൊന്നുമില്ല.